പച്ചക്കാരൻ പ്രകാശൻ്റെ മുമ്പിൽ ഏതു തടിയും തകർന്നു പോകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ കാണുന്നത് വലിയൊരു മരത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ്. താണ്ട വലിയ ഒരു കോടാലി ഉപയോഗിച്ച് കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ താണ്ട ആ വലിയ മരത്തിൻ്റെ കഷ്ണത്തിന് മേൽ ആഞ്ഞു വെട്ടുന്നത് നമുക്ക് കാണാം. നമുക്കൊക്കെ ഇതിങ്ങനെ വെട്ടാനായിട്ട് പറ്റുമോ നമുക്കറിയത്തില്ല. ഏതാണെങ്കിലും സ്ഥിരമായി പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ആ വലിയ മരക്കഷ്ണത്തിൻ്റെ മുകളിൽ ആദ്യം ഒരു വശത്ത് 2-3 വെട്ടുകൾ വെട്ടി, അതിനുശേഷം തിരിച്ച് മറു സൈഡിൽ വെട്ടുകയാണ്. ഈ വലിയ തടിക്കഷ്ണം വെട്ടി ഈ വെട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കണ്ട ആ വലിയ തടിക്കഷ്ണം ഓരോ വെട്ട് കഴിയുന്നതനുസരിച്ച് പുളന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ തടിക്കഷ്ണം രണ്ടാകുന്ന ഒരു കാഴ്ച കണ്ടോ. വളരെ വേഗത്തിലാണ് രണ്ടായത്. പക്ഷേ ഇത് സാധാരണ മനുഷ്യർക്ക് അത്ര വേഗത്തിലൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉണ്ടായിരുന്ന വിറക് കീറൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഗ്യാസും കറണ്ടും ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ പൊതുവെ ആളുകൾ വിറക് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന പരിപാടി വളരെയധികം കുറവാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മെഷീൻ ഉപയോഗിച്ച് വിറക് കീറുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ആളുകൾ അത്തരം കാര്യങ്ങളിലേക്കും കൂടുതൽ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ പരമ്പരാഗത രീതിയിൽ വിറക് കീറുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? പ്രകാശൻ. വീട് എവിടെയാണ്? പച്ച എന്ന് പറയുന്നത് നമുക്ക് ആലപ്പുഴ ജില്ലയിലെ എടത്വായ്ക്ക് അടുത്തുള്ള സ്ഥലം അല്ലേ? എടത്വ പഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെട്ട ഒരു സ്ഥലമാണ് പച്ച എന്ന് പറയുന്നത്. ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്ന? 10-23 വർഷക്കാലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ വിറക് കീറെന്ന് പറയുന്നത്. നന്നായിട്ട് പ്രാക്ടീസ്, നല്ല പരിചയം വേണ്ട ഒരു കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ വിറക് കീറത്തില്ല. അപ്പം അതുകൊണ്ട് അതെ, നമ്മൾ വെറുതെ വെട്ടിയാലൊന്നും വിറക് കീറത്തില്ല. കീറുവോ? തടി കീറത്തില്ല. അതിന് കൃത്യമായ ഒരു വശം വേണം, അല്ലെങ്കിൽ ഈ വലിയൊരു ഉരുള് തടി ഇങ്ങനെ കീറത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രകാശൻ ചേട്ടന് കഴിഞ്ഞ 20 വർഷത്തിലാണ്, 25 വർഷം അല്ലേ? 25 വർഷത്തിനടുത്തായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് ചന്നം പിന്നമൊക്കെ അങ്ങ് കീറുകയാണ്, ഒരു നിസ്സാരമായിട്ട് കീറുകയാണ്, പുസ്തകത്തിൻ്റെ പേപ്പർ കീറുന്നത് പോലെയാണ് പ്രകാശൻ ചേട്ടൻ ഈ വലിയ തടിയുടെ ഉരുളിനെ കീറി മാറ്റുന്നത്. ഇത് വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. അദ്ദേഹം രാവിലെ വന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 11 മണിയായുള്ളൂ. 9 മണിക്ക് ശേഷം വന്നതാണ്. ഒരു വലിയൊരു വിറകിൻ്റെ ഒരു കൂന അദ്ദേഹം രാവിലെ തന്നെ വന്ന് ഈ സമയം കൊണ്ട് കീറിയിട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് കീറാനായിട്ട് കുറേ തടികൾ ഇവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രകാശൻ ചേട്ടൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആരോഗ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കോടാലിക്ക് തന്നെ ഭാരമുണ്ട് ചേട്ടാ? ആ കോടാലി ഒന്ന് കാണിച്ചത്. അത്രയും ഭാരമുള്ളൊരു കോടാലി. ആ 3.5 കിലോയോളം തൂക്കം വരുന്നൊരു കോടാലി ഉപയോഗിച്ചാണ് അദ്ദേഹം വിറക് കീറുന്നത്. ഈ നമ്മൾ ആദ്യം കണ്ട വിറകിൻ്റെ ഉരുള് ഇപ്പോഴത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അടുപ്പിൽ വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള വിറകായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണെങ്കിലും ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന പ്രകാശൻ ചേട്ടൻ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഏതാണെങ്കിലും വിറകുവെട്ടെന്ന് പറയുന്ന കലയിൽ മിടുമിടുക്കനായ പച്ചക്കാരനായിട്ടുള്ള പ്രകാശൻ ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നാടിന് നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.